ഇനി പാലക്കാട് ഒറ്റപ്പാലത്തേക്കാണ്. അവിടുത്തെ കൗൺസിലർ സുരേഷ് കുമാർ ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ്. 54-കാരനാണ്. അദ്ദേഹം ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയിൽ മിന്നുന്ന വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. സാക്ഷരതാ മിഷൻ നടത്തിയ തുല്യതാ പരീക്ഷയിലാണ് അദ്ദേഹം ജയം നേടിയത്. പക്ഷേ ഈ ജയം കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് സുരേഷ്. നമ്മൾ ഈ പാലക്കാട് നിന്ന് ഒറ്റപ്പാലം നഗരസഭയിലെത്തിയത് ഒരു കൗൺസിലറെ കാണാനാണ്. ആരാണെന്നല്ലേ? സുരേഷ് ഏട്ടൻ. പുള്ളി കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. പുള്ളി എത്തിയല്ലോ, പുള്ളിയോട് തന്നെ ചോദിക്കാം. സുരേഷ് ഏട്ടാ നമസ്കാരം. നമ്മൾ പാലക്കാട് നിങ്ങളെ കാണാവുന്നതാണ്. നിങ്ങളുടെ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ ഒന്ന് നേരിട്ട് തന്നെ കണ്ട് ചോദിക്കാന്ന് വിചാരിച്ചു. നമുക്ക് നാളത്തേക്ക് വാ. സുരേഷ് ഏട്ടനെ ഞാൻ എന്തിനാ കാണാൻ വന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ല. ഇനി ഞാൻ അതും പറയാം. പുള്ളി 54 വയസ്സായി. ഇപ്പോഴും പുള്ളിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. കഴിഞ്ഞ മാസം 10ാം ക്ലാസ് പുള്ളി വീണ്ടും എഴുതി പാസ്സായി. ചേട്ടാ, എന്താണ് പണ്ട് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു? അങ്ങനെയാണോ 10ാം ക്ലാസ് നിർത്തിയത് പിന്നെ ഇപ്പോൾ തുടരാനും കാരണം? പണ്ട് പഠിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നന്നായി പഠിച്ചിരുന്നതാണ്. അതൊരു 6-7ാം ക്ലാസ് വരെ എത്തിയപ്പോൾ 7ാം ക്ലാസ്സിലാണ് അത് നമ്മുടെ ഈ സ്കൂളിൻ്റെ മുന്നിൽ കൂടെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് പോവുക. ആ മാർച്ച് പോകുമ്പോൾ അത് മുഴുവൻ കോപ്പി അടിച്ച് പൂർണ്ണമായി കോപ്പി അടിച്ചതിന് ശേഷം ഞാനൊരു പീരീഡ് പൂർണ്ണമായും സ്തംഭിപ്പിച്ചു സ്കൂൾ തന്നെ. ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പീരീഡ് കഴിഞ്ഞപ്പോൾ എല്ലാ ടീച്ചർമാരും വന്നു അസലായിട്ട് ശകാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഡ്യൂട്ടി ചെയ്തതാണ്. പിന്നെ അതിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ 10 വയസ്സപ്പോൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള കുട്ടികളെ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ സ്കൂൾ പോക്ക് നിർത്തി കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ നാട്ടും ഇഷ്ടിക പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടിക പണിക്ക് പോയപ്പോൾ കാശ് കിട്ടാൻ തുടങ്ങി. പിന്നെ പ്രധാനം എല്ലാവർക്കും പൈസ അല്ലേ. അപ്പോൾ പിന്നെ പണിക്ക് പോവുക, അങ്ങനെ പണി എടുത്തു. 10ാം ക്ലാസ് വീണ്ടും എഴുതണം. അതാണ്. അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കെ ഇവിടെ എൻ്റെ വാർഡിൽ ആരെങ്കിലും പഠിക്കാണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് സുബിത പ്രേരക്ക് എന്ന് പറയും. അവർ പറഞ്ഞതിൻ്റെ അടുത്ത് ഇങ്ങനെ എന്താ പറയുക, ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്നുണ്ട്. അത് നിങ്ങൾ വെറുതെ കളിയാക്കാന്ന് പറഞ്ഞു. അല്ല പറഞ്ഞു. വ്യത്യാസം ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിർത്തും. അപ്പോൾ 6 പാസേ ഉള്ളൂ. അപ്പോൾ അത് 7ാം ക്ലാസ് 22-ലെടുത്തു. 22-ൽ 7ാം ക്ലാസ് എടുത്തു. 23-ൽ 10ഉം പാസ്സായി. ഈ വർഷം പിന്നെ +2-ന്. അടുത്ത പഠനം എന്താണ്? അടുത്ത പഠനം തന്നെ +1 കഴിയുക, +2 എടുക്കുക, പറ്റിയ മലയാളത്തിൽ ബിരുദം എടുക്കുക. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവന് എന്താ 6ാം ക്ലാസ്സുകാരനെ പോയി വർത്തമാനം പറയുന്നത് എന്ന രീതിയിൽ ചിലവർ വ്യാഖ്യാനിക്കാം. ഏതായാലും BA എടുക്കണം എന്നാണ് സുരേഷ് ഏട്ടൻ്റെ ആഗ്രഹം. എന്തായാലും നടക്കും. കാരണം പുള്ളി ഈ പ്രായത്തിൽ 54-ാം വയസ്സിൽ പഠിക്കാനുള്ള ഒരു ആഗ്രഹം പുള്ളിക്കുണ്ടല്ലോ. വാ നടക്കട്ടെ. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. അദ്ദേഹം പറഞ്ഞല്ലേ 6ാം ക്ലാസ്സുകാരനൊക്കെ ഇമാതിരി വർത്താനം പറയാമെന്നൊക്കെ ചിലർ പറയും. അപ്പോൾ പറ്റിയാലൊരു ബിരുദവും കൂടി എടുക്കണമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ ശക്തമാണ്. ഗോകുലെ നല്ല ഉഷാറായിട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ജനസേവനം അല്ലേ, അതുപോലെ തന്നെ സ്വന്തം വിദ്യാഭ്യാസത്തെ കൂടി അദ്ദേഹം വീണ്ടും കൈകളിലേക്ക് എടുക്കുന്നു എന്ന നല്ല കാര്യമാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം? നാട്ടുകാരൊക്കെ എന്ത് പറയുന്നു കൗൺസിലറെ കുറിച്ച്? വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ് സുരേഷ് ഏട്ടൻ. പുള്ളി പറയുന്നത് പുള്ളിക്ക് ഏജ് ഒന്നും ഒരു പ്രശ്നമല്ല. പുള്ളി ഇപ്പോൾ 10ാം ക്ലാസ് അതൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എഴുതുകയാണ്. അത് വല്ലാത്തൊരു എനർജി അല്ലെങ്കിൽ വല്ലാത്തൊരു ഊർജ്ജം സുരേഷ് ഏട്ടനെ കണ്ടപ്പോൾ നമുക്കുണ്ടായി. കാരണം 54 വയസ്സായില്ലേ, ഇനിയൊക്കെ എന്തിനാ ഇങ്ങനെ പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന പലരും ഉണ്ടാകാം. പക്ഷേ അവർക്കൊക്കെ കണ്ട് പഠിക്കേണ്ട ഒരു മാതൃകയാണ് സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടൻ കൃത്യമായി 10ാം ക്ലാസ് തനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള ഒരു വാശിയിലാണ് 10ാം ക്ലാസ് പഠിച്ചതും നല്ല മാർക്കോടുകൂടി ആ ഒരു സാക്ഷരതാ മിഷൻ്റെ പരീക്ഷ നടത്തിയ ഒറ്റപ്പാലത്തെ പരീക്ഷ നടത്തിയ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഒരാൾ കൂടിയാണ് സുരേഷ് ഏട്ടൻ. അങ്ങനെ വാശിയിൽ പഠിച്ച് 10ാം ക്ലാസ് പാസ്സായി. ഇനി +1 പഠിക്കണം, അതിനപ്പുറത്തേക്ക് ഒരു ഡിഗ്രി, മലയാളത്തിൽ ഡിഗ്രി എടുക്കണം എന്നാണ് സുരേഷ് ഏട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെന്തായാലും സുരേഷ് ഏട്ടനെ നേടും. കാരണം അത്രമാത്രം നിശ്ചയദാർഢ്യം ആ മനുഷ്യനുണ്ട്. കൗൺസിലറായിരുന്നു. കൗൺസിലറായി ഇപ്പോഴും കൗൺസിലറാണ്. ഒറ്റപ്പാലം നഗരസഭയിലെ കൗൺസിലറാണ്. വളരെ വളരെ ഓരോ ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെട്ട് അങ്ങനെ വലിയ തിരക്കുള്ളൊരു ആൾ കൂടിയാണ് സുരേഷ് ഏട്ടൻ. ഒരു കർഷകരാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കൗൺസിലറാണ്. ആളുകളുടെ ഇടയിൽ എപ്പോഴും ഇടപഴകുന്ന ഒരാളാണ്. ഇത്ര അധികം തിരക്കിനിടയിലാണ് സുരേഷ് ഏട്ടൻ 10ാം ക്ലാസ് പഠിച്ച് പാസ്സായത്. ഇപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തതായി +2 കൂടി കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകണം എന്നുള്ളതൊക്കെയാണ് സുരേഷ് ഏട്ടൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ചേട്ടാ പഠിക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇതിൽ ഏറ്റവും ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ പലപ്പോഴും കുടുംബയോഗങ്ങളിലും അങ്ങനെ ഒരുപാട് യോഗങ്ങളിലൊക്കെ പുള്ളി സംസാരിക്കാൻ പോകും.
അങ്ങനെ സംസാരിക്കാൻ പോകുമ്പോൾ പലപ്പോഴും അതിൽ ചരിത്രവും ഇതോടെ തന്നെ ശാസ്ത്രവും ഒക്കെ തന്നെ അതിൽ വിഷയമായിട്ട് വരും. അപ്പോൾ ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ, ആ പ്രസംഗിക്കാൻ വേണ്ടി പണ്ടൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് പലപ്പോഴും ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വളരെ എളുപ്പമായിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ജീവിതം പഠനത്തിനൊക്കെ വളരെ എളുപ്പമായിട്ടുണ്ട് സുരേഷ് ഏട്ടൻ. അപ്പോൾ സുരേഷ് ഏട്ടൻ ഇനിയും പഠനം തുടരാനാണ് തീരുമാനം. ഈ അറിവുകളൊക്കെ തന്നെ പലപ്പോഴും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ഇനിയും പഠിച്ച് ഒരു നല്ല സർട്ടിഫിക്കറ്റ് വേണം. കാരണം 54 വയസ്സായ ഒരാൾക്ക് ഇനി അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് ജീവിക്കുന്നവരുണ്ടാവും. പക്ഷേ സുരേഷ് ഏട്ടൻ അങ്ങനെയല്ല, അവനവനെ തന്നെ കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗമാണ് ഈ പഠിപ്പ്. കാരണം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു പഠിപ്പിനെ. പിന്നീട് ഒരു മാനസികമായിട്ടൊരു മടുപ്പ് 7ാം ക്ലാസ്സിൽ വേറെ ആരെയും തൃപ്തിപ്പെടുത്തുക എന്നൊന്നല്ലോ, നമ്മുടെ ഒരു അഭിമാനവും അല്ലേ, നമ്മുടെ സംതൃപ്തിയുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംതൃപ്തി കിട്ടുന്നിടം വരെ അദ്ദേഹത്തിന് പഠിക്കാൻ കഴിയട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. ശരി ഗൂഗിൾ.